ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര KSEB ഓഫീസിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്, ഓപ്പോസിറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും കൂടെ വൈഫ് ഹൗസിൽ കൊല്ലത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഇവിടെ വെച്ചുണ്ടായ ഒരു ആക്സിഡൻ്റാണ്. ഒരു KSRTC ഓവർടേക്ക് ചെയ്ത് വന്ന അതിൽ നമ്മളെ ഡയറക്റ്റ് നമ്മുടെ ഫ്രണ്ടിലേക്ക് കയറി വന്ന് ആ ഒരു ബസ് നമ്മുടെ വണ്ടിയുടെ ബാക്കിലിടിച്ചു. ഡ്രൈവർ വന്നിട്ട് പത്തനാപുരം KSRTC ഡിപ്പോയിലെ ഷാജി എന്ന് പറയുന്ന ഡ്രൈവറാണ്. നമ്മൾ എഴുകോണിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആ റൂട്ട് പോകുമായിരുന്നു. നമുക്കെതിരെയായിരുന്നു KSRTC ബസ് വന്നത്. തൊട്ടപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഒരു ഓർഡിനറി ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് നമുക്ക് എതിരെ വന്ന് കയറി നമ്മൾ പെട്ടെന്ന് വണ്ടി വെട്ടിച്ച് അടുത്തുള്ള കടയുടെ പാർക്കിങ്ങിലോട്ട് കയറ്റി. അത്രയും നമ്മുടെ വണ്ടി റോഡിലേ ഇല്ല, മാക്സിമം നമുക്ക് ഒതുക്കാൻ പറ്റുന്ന രീതിയിൽ വണ്ടി ഒതുക്കി. പക്ഷെ എന്നിട്ടും വണ്ടിയുടെ ബാക്കിലത്തെ സൈഡിൽ ഉരച്ച് കയറ്റി നിർത്തിയേക്കായിരുന്നു. അവർ വണ്ടി മുന്നോട്ട് വീണ്ടും എടുക്കുമായിരുന്നെങ്കിൽ നല്ല ഇടി ഇടിച്ചേനെ. നമ്മൾ അതേപ്പറ്റി സംസാരിച്ച് വണ്ടി എല്ലാവരും നാട്ടുകാരെല്ലാം കൂടി സംസാരിച്ചിപ്പോൾ വന്നപ്പം പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ GDA ഫയൽ ചെയ്യുക, നിനക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിനക്ക് പറ്റുമെങ്കിൽ നീ ക്ലെയിം ചെയ്യുക, അവർക്ക് ട്രിപ്പ് കൊടുക്കാനൊന്നും നോക്കത്തില്ല, പോയി കേസ് കൊടുക്ക് എന്നൊക്കെയാണ് പറയുന്നത്. പത്തനാപുരം ഡിപ്പോയിലെ വണ്ടിയാണ്, പത്തനാപുരം ഡിപ്പോയിലെ ഡ്രൈവർ ഷാജി. ഇനി ഞാൻ ഈ ഒരു വണ്ടി വന്ന ഒരു ലെവല് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ പോകുമായിരുന്നു, നമ്മൾ ഇവിടെ നിന്ന് എഴുകോണിൽ നിന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമായിരുന്നു. ഈ ഭാഗത്തൊരു ബസ് ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് അവിടെ നിന്ന് ഡയറക്റ്റ് കയറി വന്ന ബസ് കറക്റ്റ് ഈ ഒരു സെൻറ്ററിലേക്ക് ബസ് കയറി വരുമായിരുന്നു. അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി പിടിച്ച് ഈ ഒരു സൈഡിലോട്ടിട്ട് എനിക്ക് ഡോറ് പോലും തുറക്കാൻ പറ്റാത്ത രീതിക്കായിരുന്നു. ഇതാണ് അവന്മാർ ഉണ്ടാക്കി വെച്ച ഒരു വിനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോളേ. ഇത്രയും രീതിക്ക്, അതായത് വണ്ടിയുടെ ഫ്രണ്ട് KSRTC ബസ്സിൻ്റെ ഫ്രണ്ടിലെ ബമ്പർ കയറി വന്ന് ഉരച്ചിരിക്കുന്ന സംഭവമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അത്രയും രീതിക്ക്, അതായത് എനിക്ക് ഫ്രണ്ടിൽ ഡോറ് തുറക്കാൻ പറ്റാത്ത രീതിക്ക് അവന്മാർ ബസ് കയറ്റിയിട്ടിരുന്നു. ബസ് ഇപ്പോൾ ഇവിടെ ഒതുക്കിയിട്ടിരുന്നു. എന്നിട്ട് ബസ് അവന്മാർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ട്രിപ്പ് മുടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ട് പോയേക്കുന്നത്. ഇതിൽ കോമഡി വേറൊന്നുമല്ല, ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ വേറൊന്നുമല്ല, നിനക്ക് ലെഫ്റ്റ് സൈഡ് കുറച്ചും കൂടെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ, നീ അങ്ങോട്ടും കൂടെ കുറച്ച് കയറ്റി നിർത്താത്തന്ന്, എന്തായാലും നീ ഫുള്ള് അടിച്ചില്ലേന്ന്. അവനെ പിടിച്ചിറക്കി അന്നേരം അടി കവാലത്തേക്ക് കൊടുക്കണ്ടേ. ആ രീതിക്കുള്ള സംസാരമാണ് ഈ ഡ്രൈവർ ഷാജി, പത്തനാപുരം ഡിപ്പോയിൽ ഡ്രൈവർ ഷാജി പറഞ്ഞത്. ഇനി ഞാൻ ലെഫ്റ്റ് സൈഡിലുള്ള സ്ഥലം, പുള്ളി പറഞ്ഞ സ്ഥലം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി കിടക്കുന്നു, പുള്ളി ഇടത്തോട്ട് കയറ്റി എടുക്കാൻ പറഞ്ഞ സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, പുള്ളി ഇടത്തോട്ട് എടുക്കാൻ പറഞ്ഞ സ്ഥലമായത്. ഇനി ഇതിനകത്തിന് ഞാൻ ഈ ഓടയിൽ ഈ കടയ്ക്കകത്തോട്ട് ഇടിച്ച് കയറ്റണം. ഞാൻ അങ്ങനെ ലെഫ്റ്റിലോട്ട് ഇനി ഫുള്ളും ഓടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ സൈഡിൽ ഏതെങ്കിലും ഒരു ആൾ അതിനകത്ത് നടന്നു പോവുകയോ ആരെങ്കിലും അവിടെ ഇരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പുറത്ത് കയറിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി അവരെ ഇടിച്ച് അവർക്കിനി വേറെ എന്തെങ്കിലും ജീവന് പ്രശ്നം വരുന്ന രീതിക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് എൻ്റെ നമ്മുടെ ഇരിക്കത്തില്ലേ. ഇന്ന് ആലോചിക്കും, നമ്മൾ ഈ ഒരു വഴി കൂടെ നമ്മൾ ഫ്രണ്ട് പോകുന്നു, ഒരു KSRTC ബസ് നമ്മളെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഇടിക്കുന്ന രീതിക്ക് കയറി വരുമ്പോഴത്തേക്കും നമ്മൾ പാനിക് ആവുമോ ഇല്ലയോ? തീർച്ചയായും നമ്മൾ പാനിക്കാവും. കാരണം അവിടെ നമ്മളിപ്പോൾ കാണിച്ചു തരാം, അതായത് ആ ഇറങ്ങി വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറക്കമാണ്. അവരെ വളവിൻ്റെ അവിടെ നല്ല സ്പീഡിന് വരുന്നു, ഇവിടെ KSRTC ബസ് ഒതുക്കി ഇട്ടേക്കുന്നു. ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ഈ ബസ് നമ്മുടെ പോകുന്ന വഴിയിലേക്ക് ഫുള്ള് കയറി വരുന്നൊരു സീനൊന്ന് ആലോചിക്കുകയാണ്. ഇങ്ങനെ കയറി വന്നു, ഫുൾ പാനിക്കായി. ഞാൻ പാനിക്കായിട്ട് ഫുള്ള് ലെഫ്റ്റ് അങ്ങ് ഓടിച്ചു, ചവിട്ടി അങ്ങ് നിർത്തി. കാരണം ഇനി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മതിലാണ്. ചവിട്ടി നിർത്തിയപ്പോഴത്തേക്കും പിറകെ കൊണ്ടുവച്ച് ഇടിച്ചിട്ടാണ് ഈ ഡയലോഗ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ KSRTC-കാരന്മാർ നടുറോട്ടിൽ കിടന്ന് നല്ല അടിമേടിക്കുന്ന പറഞ്ഞാൽ നല്ല അടിമേടിക്കും. ഈ KSRTC ബസ് ഓടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പേരിൽ കേസ് വരത്തില്ല, കാരണം ഗവൺമെൻറ് വണ്ടിയാണ്. ആ ഒരു അഹങ്കാരം വെച്ച് KSRTC ബസ് ഡ്രൈവർമാർ ഇനി തോന്നിവാസം കാണിക്കുന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ അടിക്കും. കേസും വഴക്കൊക്കെ പിന്നെയുള്ള കാര്യം, അത് ഞാൻ നോക്കിക്കോളാം. ഇവന്മാരുടെ ഈ ഒരു അഹങ്കാരമുണ്ട്. KSRTC ബസ് ഇടിച്ചു കഴിഞ്ഞാൽ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുക്കണ്ട എന്നുള്ള രീതിക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ കാര്യം അതാണ്. നിനക്ക് കംപ്ലയിൻ്റ് ഉണ്ടോ, നിനക്ക് ഇനി റീഫണ്ട് വേണോ, വണ്ടിയുടെ ഇടയ്ക്കാൻ പൈസ വേണോ, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ, നീ പോയി ക്ലെയിം ചെയ്യുന്നതാണ് പറയണത്. അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ KSRTC ഡ്രൈവർമാരെല്ലാം ഒരു ഭൂരിഭാഗം പേരും ഈ ഒരു അഹന്ത ഉള്ളി കൊണ്ട് നടക്കണന്മാരാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് തന്തയില്ലാതിനും പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്തെ കൈ വെച്ചിരിക്കും 100% ഉറപ്പാണ്. കേസ് മഴക്കൊക്കെ പിന്നെയുള്ള കാര്യമാണ് ഞാൻ പറയണത്. എല്ലാ KSRTC ഡ്രൈവർമാരുടെ അടുത്താണ് ഞാൻ പറയണത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയണത്. റോട്ടിൽ കിടന്ന് അലവലാതിത്തരം കാണിച്ചു കഴിഞ്ഞാൽ കാക്കി ഇട്ടക്കണം നോക്കൂല, നല്ല ഇടികൾ കയറും. എല്ലാവർക്കും റോഡിൽ അത്യാവശ്യമുണ്ട്, എല്ലാവർക്കും അവരവർക്ക് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രിപ്പ് ഓടിക്കണം.
പക്ഷേ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവൻ്റെ ജീവൻ അപകടപ്പെടുത്തുന്നുണ്ടെങ്കിൽ സ്വന്തം ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നുള്ള കാര്യം ഓർത്ത് വെച്ചോ. ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് പേര് വന്നു, അവർക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ മനസ്സിലായതാണ്. റോട്ടിലെ ജനങ്ങൾ നിങ്ങൾക്കെതിരാണ്. മര്യാദയ്ക്ക് പോയാൽ സമാധാനമായിട്ട് വീട്ടിൽ പോയി ചോറുണ്ട് കിടന്നുറങ്ങാം. ഈ റോട്ടിൽ കിടന്ന ഷോ കാണിക്കുന്ന KSRTC ഡ്രൈവർമാർക്കുള്ള വാണിംഗ് ആണിത്. സീനാണേ ഇറച്ചിയിൽ മണ്ണ് പറ്റിയിരിക്കും. ഇതിപ്പോൾ ഇന്ന് ഇതൊരു ചെറിയൊരു സ്ക്രാച്ചായിട്ട് ഈ ഒരു പ്രശ്നം അങ്ങ് തീർന്നു. അപ്പോൾ ഈ വണ്ടിക്കകത്തിരിക്കുന്ന ആർക്കെങ്കിലും ഒരു ഒരച്ചിലുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഷാജി ഇന്ന് നേരെ വീട്ടിൽ പോകില്ലായിരുന്നു. അതേ എനിക്ക് പറയാനുള്ളൂ. ആ ഒരു വണ്ടി ചെറിയൊരു സ്ക്രാച്ചില്ലാതെ പോയത് കൊണ്ട് ഈ പറഞ്ഞ രീതിക്ക് നമ്മളത് വിട്ടു. ചെറിയൊരു ഒരച്ചിൽ ഈ കാര്യങ്ങൾ തീർന്നു. എന്തായാലും സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ അറിയിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും.